സർപ്പദംശമേറ്റ് സിദ്ധി കൂടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ വിധി. അതിൽ നിന്ന് രക്ഷ കിട്ടിയത് എങ്ങനെയാ? ഭക്തി കൊണ്ട്. കരുണാവാരധിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്. ഒരു ദിവസം കൊട്ടാരൻ ജ്യോത്സ്യൻ രാജാവിന്റെ വിധിയെക്കുറിച്ചുള്ള ആ രഹസ്യം വെളിപ്പെടുത്തി. വിധിക്ക് പ്രതിവിധിയില്ലേന്ന് രാജൻ, വിധിയെ മാറ്റാൻ ബ്രഹ്മനും കഴിയില്ലെന്ന് ജ്യോത്സ്യൻ. രാജാവിന് എന്ത് ചെയ്യണമെന്ന് നിശ്ചയില്ലാണ്ടായി. ആ സമയത്ത് ഒരു ജ്ഞാനി നിർദ്ദേശിച്ചു, ഗുരുവായൂരിൽ പോയി ഭജനമിരുന്നാൽ മതി. വാകച്ചാർത്തിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയാലോ? നാളെ അഷ്ടമിരോഹിണിയാണ്, ഭജനമിരിക്കാൻ പറ്റിയ ദിവസം. നാളെ മുതൽ 41 ദിവസത്തേക്ക് നാം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടാവും. ഇന്ന് നാം യാത്രയാകേണ്ട ദിവസമാണ്. ഈശ്വരഹിതമതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാവരും പോയി വിശ്രമിക്കൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ.